ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ചെറിയൊരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ മിനി വ്ളോഗിലേക്ക് സ്വാഗതം. കുറേ ദിവസമായി ഞാൻ വിചാരിക്കണു ചുരിദാർ അടിക്കണം, നെയ്റ്റി എടുക്കണം, ഉടുപ്പടിക്കണം എന്ന്. പക്ഷേ ഓരോ കാരണവശാലും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ കുറേ ദിവസമായി കുട്ടികൾക്ക് വെയ്യാണ്ട്. അപ്പോൾ ചെറിയ മോൾക്ക് വെയ്യാണ്ടായപ്പോൾ ഉമ്മ വന്നിട്ടുണ്ട്. അപ്പോൾ 4-5 ദിവസമായിട്ടോ. അപ്പോൾ ഉമ്മ നോക്കുന്നുണ്ട്. അപ്പോൾ എന്നാൽ വിചാരിച്ചു ഞാനൊരു ഡ്രസ്സ് അടിക്കാമെന്ന്. അപ്പോൾ ഈ ഡ്രസ്സ് അടിക്കുന്നത് എൻ്റെ ഉമ്മക്കാണ്. ഒരു നെയ്റ്റി ബിറ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ട്, ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. 3-4 നെയ്റ്റി ബിറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ഒന്നും വേണ്ട ഉമ്മാക്കാട്ടോ അടിക്കുന്നത്, അടിച്ചു തരാൻ വേണ്ടിയിട്ട് അടിക്കണം കേട്ടോ. അപ്പോൾ സ്ലീവ് ഇറക്കത്തിന് വേണ്ടി 2-3 പീസൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്, ഇറക്കം കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇതിന് വീതി കുറവായിരുന്നു, അതുകൊണ്ടാണ് 2-3 പീസ് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ഇട്ട് നോക്കിയപ്പോൾ ഉമ്മക്ക് നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ ഫ്രണ്ടിൽ വേണമെങ്കിൽ നമുക്ക് 3 ബട്ടൺസൊക്കെ വെക്കായിരുന്നു, പക്ഷേ അതൊന്നും ഞാൻ വെച്ചില്ല കേട്ടോ. അപ്പോൾ ഉമ്മക്ക് ഇത് കറക്റ്റായിരുന്നു കേട്ടോ. ലേശം ഇറക്കം കൂടുതലുണ്ടായിരുന്നു, പിന്നെ ലേശം ഷേപ്പാക്കാനും ഉണ്ടായിരുന്നു, അത് ഞാൻ ചെയ്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ ആഗ്രഹിച്ചതാണ്. ഓരോ വർക്ക് ചെയ്യണം, യൂട്യൂബിലിടണം, അങ്ങനെ എന്താണ് ഏതെങ്കിലുമൊക്കെ ഒരു വർക്ക് യൂട്യൂബിലോട്ട് ചെറുതായിട്ട് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ അത് കഴിഞ്ഞിട്ട് ഞാൻ പോയി ഫുഡ് ഉണ്ടാക്കി. രസവും പിന്നെ കോവയ്ക്കപ്പേരിയും സിൽവർ ആവോലിയായിരുന്നു കേട്ടോ. ഇക്ക വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അത് പൊരിച്ചു. പിന്നെ നല്ല കുരുമുളക് രസമാണ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവർക്കും വെയ്യാലോ, അപ്പോൾ അങ്ങനെ വെച്ചു. പിന്നെ ഞാനത് കഴിക്കുകയാണ് കേട്ടോ. ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുറച്ച് നേരം മെഷീനിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികളുടെ ഡ്രസ്സ് അടിക്കുന്നുണ്ട് കേട്ടോ. ദ്വാ ബേബിക്കാണ് അടിക്കുന്നത്. അപ്പോൾ അവൾക്ക് കുറേ ദിവസമായി ഞാൻ വിചാരിക്കണം ഉടുപ്പ് അടിക്കണമെന്ന്. വീട്ടിലിടാനൊക്കെ ഉടുപ്പ് ഇല്ല, അതാണ് അടിക്കുന്നത്. പിന്നെ അടുത്ത മോഡൽ ഇതാണ് ഇത് വേറെ, അത് നെക്ക് വേറെ, ഇതിന്റെ ഭാഗം വേറെ, ഇത് രണ്ട് വേറെ. പിന്നെ ഇത് സാധൊരു ഷിമ്മി മാതിരി പഠിച്ചിട്ടുണ്ട്. ഇനിയും കുറച്ച് അടിക്കാനുണ്ട്, ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ കുട്ടികൾക്കും ഉടുപ്പ് വേണമെങ്കിൽ ഓർഡർ തരിക, ഞാൻ ചെയ്തു തരുന്നതാണ് അല്ലേ. ഞാൻ വീട്ടിലിടാനുള്ള കുഞ്ഞു കുഞ്ഞു ഉടുപ്പ് മെറ്റീരിയൽ ഞാനേ എടുത്ത് നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണ്. ഇപ്പോൾ ദുവാ ബേബിക്ക് 7 മാസത്തിൻ്റെ അളവാണ് ഇതൊക്കെ. ഞാൻ ഇത്തിരി ലൂസിലും ഇറക്കത്തിൽ അടിച്ചതാണ്, കാരണം അവൾക്ക് ഇടാനും കുറച്ച് ഈസി ആയിട്ട് ഇടാൻ വേണ്ടിയിട്ട്. ഷേപ്പാക്കി ഇട്ടാൽ നമുക്ക് ഇടാൻ ബുദ്ധിമുട്ടാണല്ലോ, അതുകൊണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ കുട്ടികൾക്കും വേണമെങ്കിൽ ഇപ്പോൾ 9 മാസം 1 വയസ്സ് എത്രയായാലും ഓക്കെ, വീട്ടിലിടാനുള്ള കുഞ്ഞുടുപ്പ് വേണമെങ്കിൽ ഞാൻ മെറ്റീരിയൽ എടുത്ത് ഞാൻ ചെയ്തു തന്നെയാണ്. ഓർഡർ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഗൈസ്. നിങ്ങൾ ഓർഡർ തരുമോ? ഓർഡർ എന്തായാലും കിട്ടും. നിങ്ങൾ ഉണ്ടാണ്, നിങ്ങൾ ഇടയിൽ ഏഷയാണ് കളിയാക്കണ പോലെ സംസാരിക്കാം. ഫസ്റ്റ് ഓർഡർ ആയി. അപ്പോൾ ഉമ്മാക്കൊരു നെയ്റ്റ് അടിച്ചു. നിങ്ങൾ അത് കാണിച്ചു തന്നില്ലല്ലോ വീഡിയോയിൽ, നിങ്ങൾ ഇട്ടത് കാണിച്ചു. എനിക്കത് ചെയ്യാം, ഷോർട്ട് വേണ്ട അത്ര. അപ്പൊ എന്റെ ഉമ്മാക്ക് ഒരു നെയ്റ്റ് ഇട്ട്, എന്റെ ഉമ്മാക്ക് ഞാനൊരു ആണല്ല, അപ്പം ഉമ്മാക്ക് ഒരു നെയ്റ്റ് അടിച്ചിട്ട് സ്റ്റാർട്ടിങ് ഉമ്മാക്ക് നെയ്റ്റ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഇതിൽ കാണിച്ചിട്ടുണ്ട്, പക്ഷെ ഉമ്മ ഇട്ട് കാണിച്ചിട്ടുണ്ട്. ഉമ്മക്ക് ഭയങ്കര മടി, അപ്പോൾ ഉമ്മ ഇട്ട് കാണിച്ചിട്ടില്ല ഗൈസ്. അപ്പോൾ നമ്മൾ മെറ്റീരിയൽ എടുത്തിട്ട് നെയ്റ്റ് സ്റ്റിച്ച് ചെയ്യുന്ന ഒരു ഇതിട്ടുണ്ട്. അപ്പം ഇനിയും ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു ഗൈസ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ഞാൻ സ്റ്റോപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ മിനി വ്ളോഗ് ഇവിടെയാണ്. ഇന്നത്തെ വർക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ഇട്ടുണ്ട് ഫുഡ് കാര്യങ്ങൾ, വീട്ടിലത്തെ കാര്യങ്ങൾ. പിന്നെ അതെങ്ങനെ ഈ 3 ഉടുപ്പടിച്ചു, ഒരു നെയ്റ്റി അടിച്ചു ഇന്ന്. പിന്നെ എന്ത് ചെയ്തു, വേറെ ഒന്നും ചെയ്തില്ല അല്ലേ, അത്രേ ഉള്ളൂ. ഇനി ഒരു പാവടയുണ്ട്, അത് മേടിക്കാണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ മിനി വ്ളോഗ് ഇവിടെ അവസാനിക്കുന്ന ഗൈസ്. അപ്പോൾ നിങ്ങൾ പ്ലീസ് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഉടുപ്പ് വേണമെങ്കിൽ പ്ലീസ് ഓർഡർ ചെയ്യാൻ മറക്കരുത്. നമ്മൾ കോട്ടൺ തുണിയാണെങ്കിലും കോട്ടൺ തുണി എങ്ങനെയാണെങ്കിലും മെറ്റീരിയൽ എടുത്ത് തന്നിട്ട് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യുന്നതാണ്, വീട്ടിലിടാനാണെങ്കിലും. ഓക്കെ ഓക്കെ ഓക്കെ, ഞാൻ മെറ്റീരിയൽ കുറച്ച് എടുത്തിട്ട് അത് നിങ്ങൾക്ക് ഉടുപ്പാക്കി തരാം.